ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാക്കറോണി പോള. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യാം. അപ്പോൾ റെസിപ്പീസ് ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം മാക്രോണി വേവിച്ചെടുക്കണം. അതിന് ഞാനിപ്പോ അടുപ്പത്ത് ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാക്രോണി ഇട്ട് വേവിക്കാം. ഞാൻ 1.5 കപ്പ് മാക്രോണിയാണ് എടുത്തിട്ടുള്ളത്. വെള്ളം കുറച്ച് അധികം എടുക്കാം, അങ്ങനെ കൃത്യമായിട്ട് അളവൊന്നുമില്ല. 1.5 കപ്പിന് ഒരു 5 കപ്പ് വെള്ളം എടുക്കാം. ഇതിനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഇത് ഇട്ട ഉടനെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കും. ഇനി ഇത് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഇത് ഒരു പകുതി വേവാകുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ് മാക്രോണി ആണെങ്കിൽ വേണമെങ്കിൽ 1-2 ടീസ്പൂൺ എണ്ണയോ വെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇടക്കിടക്ക് ഉപയോഗിക്കുന്ന മാക്രോണിയാണ്. ഇത് അധികം ഒട്ടിപ്പിടിക്കാത്ത ടൈപ്പ് മാക്രോണിയാണ്. അതുകൊണ്ട് ഞാനിപ്പം എണ്ണ ഒഴിക്കുന്നില്ല. മാക്രോണി ഇപ്പൊ വെന്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് സമയം ഇത് വേവാൻ എടുത്തിട്ടുണ്ടാവുമല്ലോ. ഇനി ഇത് കോരി ഒരു അരിപ്പയിലേക്ക് മാറ്റാം. മാക്രോണി എല്ലാം ഒരു ബൗളിലേക്ക് അരിപ്പയിൽ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ മേളിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിന്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു ഫ്രൈയിങ് പാൻ വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ഒഴിക്കാം. ഞാനിപ്പോൾ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഇത് 2 സവാള നേർത്തതായി മുറിച്ചത്, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക് മുറിച്ചത്, 5 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത്, ഇതെല്ലാം കൂടെ ഈ ചൂടായ നെയ്യിലേക്ക് ഇടാം. ഇതിന് കുറച്ച് സമയം ഇളക്കി വഴറ്റാം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇത് വീണ്ടും വഴറ്റി കൊടുക്കാം. തക്കാളിയും വാടി തുടങ്ങുമ്പോൾ ഈ ഏറ്റവും കുറച്ച് വെച്ച് ഇതിലേക്ക് പൊടികളെല്ലാം ചേർക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടിക്ക് പകരം വേണമെങ്കിൽ ഇറച്ചി മസാലയോ ബിരിയാണി മസാലയോ ഒക്കെ ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം മാത്രം പൊടിച്ചത്, ഇതുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇതെല്ലാം ചേർത്ത് കുറച്ച് സമയം ഇളക്കി വഴറ്റാം. ഈ പൊടികളുടെ എല്ലാം നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് ഇത് 2 കഷ്ണം ചിക്കൻ, ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മിക്സ് ചെയ്ത് എണ്ണയിൽ ഫ്രൈ ചെയ്തതിന് ശേഷം എല്ല് മാറ്റി ഇറച്ചി മാത്രം എടുത്തതാണ്. ഇത് ചേർക്കാം. ഞാനിപ്പോൾ 2 കഷ്ണം ചിക്കൻ എടുത്തിട്ടില്ല, ഒരു ഫ്ലേവറിന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം എടുക്കാം, അല്ലെങ്കിൽ ഈ ചിക്കന് പകരം പച്ചക്കറിയോ പനീറോ ഒക്കെ എടുക്കാം. ഇതിനെ ഇളക്കി വഴറ്റാം. അതിനുശേഷം ഇതിലേക്ക് ഈ മസാലയിലൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കാം. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്താണ്, അതുകൊണ്ട് ഈ തക്കാളിക്കും ഉള്ളിക്കൊക്കെ വേണ്ടത് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇത് ഇളക്കി വഴറ്റാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച മാക്രോണി ചേർക്കാം. ഇത് എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇതിനി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിപ്പോ ചൂടാറിയിട്ടുണ്ട്. ഇനി മുട്ട പൊട്ടിച്ച് ഉടച്ചെടുക്കണം. ഞാനിപ്പോ ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇത് വലിപ്പം കുറഞ്ഞ നാടൻ മുട്ടയാണ്, അതുകൊണ്ട് 4 എടുത്തത്. വലിയ മുട്ടയാണെങ്കിൽ 3 എടുത്താലും മതി. പിന്നെ മാക്രോണിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മുട്ട കുറയ്ക്കുക ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് ഇത് നല്ലോണം ഇളക്കി ഉടച്ചെടുക്കാം.
ഇതിപ്പോ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഈ ചൂടാറിയ മാക്രോണി മസാലയിലേക്ക് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പോള ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ച് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് എല്ലായിടത്തും സ്പ്രെഡ് ആക്കാം. സൈഡിൽ നിന്നും ആക്കി കൊടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. ഈ പാൻ അധികം ചൂടാവണ്ട, കുറച്ച് ചൂടാവുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഇനി ഈ മസാല മാക്രോണിയും മുട്ടയും കൂടെ മിക്സ് ചെയ്തത് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി ഒന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി തീ കത്തിച്ച് തീ ഏറ്റവും കുറച്ച് വെച്ച് അടച്ച് ഇത് സെറ്റാവുന്നവരെ വേവിച്ചെടുക്കാം. ഇത് ഏകദേശം ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതിന്റെ അടിഭാഗം സെറ്റായിട്ടുണ്ടാവും. ഇനി വേറൊരു പാനിലേക്ക് തിരിച്ചിടാം. ഞാനിവിടെ വേറൊരു പാനിൽ കുറച്ച് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിനി ഇതിന്റെ മേളില് കമത്തി വെച്ച് തിരിച്ചു പിടിക്കാം. ഇതിപ്പോ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി വീണ്ടും തീ കത്തിച്ച് തീ കുറച്ച് വെച്ച് 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോ തിരിച്ചിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മറ്റേ സൈഡും വന്നിട്ടുണ്ടാവും. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊരു സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. മാക്രോണി പോള വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇതിന്റെ മേലെ ഒരു തക്കാളി വട്ടത്തിന് മുറിച്ചത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടെ വെക്കാം. ഇതിപ്പം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.